ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഒരുവിധം നമുക്ക് കിട്ടാവുന്ന എല്ലാ സേവനങ്ങളും ആധാർ അധിഷ്ഠിതമാണ്. ആ ഒരു റിഫോംസിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പം മൂവ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് പലവിധ ഡൗട്ടുകളും ഉണ്ട്. നമ്മൾ ആധാർ കാർഡിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ ആ, പുതിയതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനത്തെ പലവിധ ഡൗട്ടുകളും പലർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആധാറുമായിട്ട് ബന്ധപ്പെട്ട് SSCയിലുള്ള ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ 9/5/2025 ആദ്യമായിട്ട് ഇറങ്ങിയത്. അത് വളരെ ബ്രീഫായിട്ടുള്ള ഒരു നോട്ടീസാണ്. ഒരു സിംഗിൾ പേജ് നോട്ടീസാണ്. അതിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 2 ജൂൺ 2025 നമ്മളുടെ ഫേസ് എക്സാം, സെലക്ഷൻ പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്ന ഡേറ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ്. ആ ഒരു എക്സാമിനേഷൻ സൈക്കിളിൽ പുതിയ SSC കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ എക്സാമിനേഷൻ സൈക്കിൾ ഓൺവേർഡ്സ് 2 June 2025 ഓൺവേർഡ്സ് നിങ്ങൾ ചെയ്യുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാം ആധാർ എനാബിൾഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അത് ആധാർ ബേസ്ഡ് ആയിരിക്കണം. ആധാർ നമ്പർ നിങ്ങൾ കൊടുത്തിരിക്കണം. ആധാർ നമ്പർ കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് വരുന്ന OTP വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. എന്നാൽ ഓൾറെഡി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 June 2025 ശേഷം പുതിയതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് വൺ ടൈം രജിസ്ട്രേഷൻ അതിൽ നിങ്ങൾ എന്തല്ല, ആധാർ എനാബിൾഡ് ആയിരിക്കണം എന്ന് നിർബന്ധമല്ല. ആ എക്സിസ്റ്റിംഗ് വൺ ടൈം രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് 31 May 2025 മാത്രമേ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തൊക്കെയാണോ ചെയ്തത് ആ ഫോംസ് ഫെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ പുതിയ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും വരും. നെയിം, ഫാദേഴ്സ് നെയിം, ബാക്കി കാര്യങ്ങൾ, നമ്മളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ഈ സാധനങ്ങളെല്ലാം ഒരുപാട് ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോ ഫെച്ച് ചെയ്യാണ് പുതിയ നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് വൺ ടൈം രജിസ്ട്രേഷൻ ഫോം വുഡ് ബി പെർമിറ്റഡ് ഓൺലി ടിൽ 31 May 2025. അതെല്ലാം നിങ്ങൾ 31 May 2025 ചെയ്തിരിക്കണം. ആ ഒരു ചെറിയ കാര്യം മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, ആദ്യത്തെ ഒരു നോട്ടീസിൽ തന്നിട്ടുള്ളൂ. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും SSC അനൗൺസ് ചെയ്തിട്ടില്ല. അതാണ് 9th May 2025 നോട്ടീസ്. ഓക്കെ, പക്ഷെ പിന്നീട് ഇന്നലെ പുതിയൊരു ആധാർ പോളിസി ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ദോ ആധാർ എന്നത് മാൻഡേറ്ററി ആയിട്ട് പറയില്ലെങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആധാർ വെച്ചിട്ടല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ആധാർ എനാബിൾഡ് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളത്. ഈ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. 2 മണിക്കൂർ മുന്നേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തണം. ആധാർ എനാബിൾഡ് ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലെ പോലെ SSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും എന്ത് തന്നെയാണ്, എല്ലാ കാൻഡിഡേറ്റ്സിനും ആധാർ എനാബിൾഡ് ആക്കാനാണ് പ്ലാൻ. ഡെഫിനറ്റ്ലി ആധാർ എനാബിൾഡ് ആക്കുന്നതിന്റെ ഉദ്ദേശം മാൽ പ്രാക്ടീസ് തടയാന്നുള്ളത് തന്നെയാണ്. അത് ഈ നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആസ് എ പാർട്ട് ഓഫ് എക്സാമിനേഷൻ സൈക്കിൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഒത്തന്റിക്കേറ്റ് ദ ഐഡന്റിറ്റി ഓഫ് കാൻഡിഡേറ്റ് അറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ടു എൻഷുർ ഫെയർനെസ്. അപ്പം നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ജോലി കയറിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് എക്സാം എഴുതിയെന്ന് പിന്നീട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ട് ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ ജോലി കയറുന്ന സമയത്ത് നിങ്ങൾ അവസാനം ഒരു 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 സെന്റൻസ് നിങ്ങൾ എഴുതി കൊടുക്കും. ആ സെന്റൻസിലെ ഹാൻഡ് റൈറ്റിംഗിലെ വ്യത്യാസം കൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പിന്നീട് ജോബിൽ നിന്ന് ഔട്ടായി പോയ ആൾക്കാരുണ്ട്. മറ്റു പല ആൾക്കാരും മാൽ പ്രാക്ടീസ് നടത്തി എഴുതിയത് കൊണ്ട്. അപ്പോൾ അതിലൊരു ഫെയർനെസ് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആധാർ എനാബിൾഡ് സംഭവം കൊണ്ടുവന്നത്. പക്ഷേ നമുക്ക് സുപ്രീം കോടതി റൂളിങ്സ് എല്ലാം ഉണ്ട്, ആധാർ എന്താക്കരുത്, നിർബന്ധമാക്കരുത് എന്നുള്ളത്. അതിന്റെ ബേസിലായിരിക്കാം ആധാർ എന്നത് ഓപ്ഷണൽ എന്ന രീതിയിൽ SSC പറഞ്ഞത്. പക്ഷേ ഓപ്ഷണൽ, ആധാർ കൊടുക്കാത്ത ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും ആധാർ കൊടുത്ത ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും വെച്ച് ഈ നോട്ടീസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആധാർ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പം ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ളത് നമുക്കറിയാം, ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഫോട്ടോഗ്രാഫ് നമ്മൾ റിയൽ ടൈം ആയിട്ട് എക്സാമിനേഷൻ സമയത്ത് അപ്ലൈ ചെയ്യണം. ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പം ഇപ്പോഴുള്ള നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ് നമ്മൾ റിയൽ ടൈം ആയിട്ട് എടുക്കുന്നു, ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം പുറമെ നമ്മൾ ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് SSC ഇതിൽ പറയുന്നത്. ഓക്കെ,
അപ്പം ഇത് തീർച്ചയായിട്ടും പറയുന്നുണ്ട് ആസ് എൻ ഓപ്ഷണൽ ഫെസിലിറ്റി എന്നാണ്, ഓപ്ഷണൽ ഫെസിലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം അപ്ലിക്കേഷൻ്റെ സമയത്ത് ഒന്നുകിൽ നമുക്ക് ആധാർ ഫേസ് ഐഡന്റിഫിക്കേഷൻ, ആധാർ ഫേസ് ഒതന്റിക്കേഷൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒരു മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ അത് വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ അടിച്ചു കൊടുക്കണം. ആധാർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആധാർ ഓപ്ഷണലാണ്, ഡെഫിനറ്റ്ലി ഓപ്ഷണലാണ്. എന്നാലും നമ്മൾ ആധാർ നമ്പർ കൊടുക്കാൻ, നമ്മൾ ആധാർ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം പാസ്വേഡ് വരും. ആ വൺ ടൈം പാസ്വേഡ് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെരിഫിക്കേഷൻ സക്സസ് ആവും. ഇതേ രീതി തന്നെ ആധാർ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഐറിസ് ബേസ്ഡോ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസിലി വെരിഫൈഡ് ആണ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ആൾ തന്നെയാണ്. ആധാർ വെച്ചിട്ട് നമ്മൾ അപ്ലിക്കേഷൻ SSC CGL അപ്ലിക്കേഷൻ ആണെങ്കിൽ CGL അപ്ലൈ ചെയ്ത ആൾ തന്നെയാണ് എക്സാമിനേഷൻ സെന്ററിൽ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ നമുക്ക് എക്സാമിനേഷൻ ഹാളിലും ഐറിസ് ബേസ്ഡ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ബേസ്ഡ് വെരിഫിക്കേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആധാർ ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ആൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നത്, എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. വളരെ ക്വിക്കായിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റും ഒക്കെ ഉള്ള പോസ്റ്റുകളാണെങ്കിൽ ആ സമയത്തും ഇതേപോലെ ആധാർ ഒതന്റിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തും ഫൈനൽ ജോയിനിങ്ങിന്റെ സമയത്തും ആധാർ ഒതന്റിക്കേഷൻ ഉണ്ട്. ഈ ആധാർ ഒതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ലെങ്കിൽ SSCക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അപ്പിയർ ചെയ്ത ആൾക്കാർ സെയിം ആണെന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും. അതേപോലെ തന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ആധാർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്തുണ്ട്, രണ്ടാമത്തത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ ബേസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത്, എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടെയും നിങ്ങൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആധാർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ഒന്നുകിൽ നിങ്ങൾ ഫിംഗർ പ്രിന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഐറിസ് ബേസ്ഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾ സെയിം ആൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തും പറ്റുന്നതാണ്. ഓക്കെ, പോളിസി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ പോളിസി പ്രകാരം ആധാർ ഡീറ്റെയിൽസ് ഒരു സ്ഥലത്തും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കരുതെന്നാണ്. അപ്പം അത് SSC അത് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നുണ്ട്. ആധാർ നമ്പർ വിൽ നോട്ട് ബി സ്റ്റോർഡ് ഓർ റീറ്റെയിൻ ബൈ SSC അത് ലോക്കലി ആയിട്ട് ഒരിക്കലും റിട്ടൈൻ ചെയ്യില്ല. അത് റിയൽ ടൈം ഒതന്റിക്കേഷൻ ആണ്. UIDAയുടെ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് പ്രകാരം ആധാർ ഡാറ്റാബേസ് എന്നുള്ള റിയൽ ടൈം ആയിട്ടുള്ള വെരിഫിക്കേഷൻ മാത്രമേ നടത്തുന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സിന്റെ കൺസെന്റോട് കൂടി, അതാണ് ഓപ്ഷണൽ ആണ്, വില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആധാർ കൊടുക്കേണ്ടുള്ളൂ എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയും കാര്യങ്ങൾ: നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫ് മേ ബി ഒബ്റ്റൈൻ വിത്ത് ദ കാൻഡിഡേറ്റ്സ് എക്സ്പ്ലിസിറ്റ് കൺസെന്റ് ടു എനാബിൾ വെരിഫിക്കേഷൻ ആൻഡ് ഈസ് ഓഫ് അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ്. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ. നെയിം, ഈ സാധനങ്ങൾ നിങ്ങളുടെ ആധാറിൽ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ നിങ്ങൾ കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ആധാറിൽ നിന്ന് ഫെച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി. അക്ഷയ സെന്ററിൽ വളരെ ക്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയാൽ മതി, പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ബേസ്ഡ് ഒതന്റിക്കേഷൻ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ ചിലപ്പം പഴയത് നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരൻസിൻ്റെയോ ആരെങ്കിലും മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒതന്റിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റണം. ആ ചിലപ്പോൾ പഴയ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങൾക്ക് OTP വരിക. അപ്പം ആ OTP ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ആ ഫോൺ ഇല്ലെങ്കിൽ, റിയൽ ടൈം ആയിട്ട് ആ ഫോൺ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാവും. ആ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അത് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുക, നിങ്ങളുടെ നെയിമിലോ ഫാദേഴ്സ് നെയിമിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മിസ്മാച്ച് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആധാർ എന്നായിരിക്കും ഇനി ആ സാധനങ്ങൾ മൊത്തം ഫെച്ച് ചെയ്യാം. ഫോട്ടോഗ്രാഫ് വളരെ പഴയ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫോട്ടോഗ്രാഫ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ അപ്ഡേഷൻ എല്ലാം നിങ്ങൾ ഇനി ഒരു അപ്ലിക്കേഷൻ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരായിരിക്കും എല്ലാവരും. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പ്രോസസ് ഇല്ല. അപ്പോൾ ഇനി ഒരു SSC CGL അപ്ലിക്കേഷൻ ജൂണിൽ വിളിക്കും. അപ്പോൾ ആ ജൂണിൽ വിളിക്കുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കണം. ആധാറിലെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇതാണ് അവരുടെ
കീ നമ്മൾ ആധാർ ഓപ്ഷണലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ആധാർ വെച്ചിട്ടാണ് നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, candidates who opt for Aadhaar authentication will be subject to fewer procedural checks during the examination process. കാരണം അവളുടെ ഐഡന്റിറ്റി ഓൾറെഡി ആധാർ വെച്ച് ഫെച്ച് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഐറിസ് കൺഫർമേഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് കൺഫർമേഷൻ വെച്ചിട്ട് സെയിം ആളാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു. അപ്പം അവരുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ അപ്ലിക്കേഷൻ ഒരിക്കലും ഫോട്ടോഗ്രാഫ് മിസ്മാച്ചോ അല്ലെങ്കിൽ സിഗ്നേച്ചർ മിസ്മാച്ചോ കൊണ്ട് തള്ളപ്പോയില്ല. അപ്പം പലർക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ആണ്, അപ്ലൈ ചെയ്ത സമയത്തുള്ള പ്രോബ്ലം ആണ്, ഈ സിഗ്നേച്ചർ കറക്റ്റ് ആണോ, ആ കറക്റ്റ് ഡയമെൻഷനിലാണോ അത് വന്നത്, ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യോ. എപ്പോഴും നമ്മൾ ഈ അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നവരെ നമുക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആധാർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫിലുള്ള മിസ്മാച്ച് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അപ്ലിക്കേഷൻ തള്ളിപ്പോവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി also allowed entry to the examination venue closer to the gate closing time. Physical verification formalities will be minimal. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐറിസ് ബേസ്ഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ബേസ്ഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഗേറ്റ് ക്ലോസിംഗ് ടൈമിന്റെ അടുത്ത് വരെ നിങ്ങൾക്ക് എൻട്രി ഉണ്ട്. നേരെ മറിച്ച് തൊട്ട് താഴത്തെ പാരഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോട്ട് ടു പ്രൊവൈഡ് ആധാർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആധാർ കൊടുക്കാത്ത ആൾക്കാർ, ആധാർ ഇല്ലാത്ത ആൾക്കാർ എല്ലാ സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഓരോന്നിനും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് വേറെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫോട്ടോഗ്രാഫ്, ഇതിനെല്ലാം വേറെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പാൻ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, വോട്ടേഴ്സ് ID കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുക്കാം. ചിലപ്പോൾ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതേ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ ഈ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ്. ഈ കാര്യങ്ങളെല്ലാം സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അപ്ലോഡ് കൊടുക്കേണ്ടി വരും. അത് ഡെഫിനറ്റ്ലി വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്തായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തോ കൊടുക്കേണ്ടി വരിക. നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഫിസിക്കൽ വെരിഫിക്കേഷൻ അതിൽ ഓരോന്നും വെച്ചിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താവണം, അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ദ ഷെഡ്യൂൾഡ് ഗേറ്റ് ക്ലോഷർ ടൈം. സോ നമുക്കറിയാം, എക്സാമിനേഷനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു 8 മണി ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഗേറ്റ് ക്ലോഷർ ടൈം വരിക. അതിൻ്റെ 2 മണിക്കൂർ മുന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ ചിലപ്പോൾ എത്തേണ്ടി വരും ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ടൈമിൽ. അതെന്ന് വെച്ചാൽ മാനുവൽ വെരിഫിക്കേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കാനാണ്. ഫ്രോഡുലൻസ് മീൻസ് കൂടെ ആൾക്കാർ എൻ്റർ ചെയ്യുന്നത്, മാൽ പ്രാക്ടീസ് നടക്കുന്നത്, ഇംപേഴ്സണേഷൻ നടക്കുന്നത്, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ മുന്നേ നിങ്ങൾ എത്തണം എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി 2 മണിക്കൂർ മുന്നേ എത്തുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 99.99% ആൾക്കാരും ഈ പറഞ്ഞ ആധാർ എനാബിൾഡ് ആയിരിക്കും നോക്കുക. അപ്പം ചിലർക്ക് പ്രോബ്ലം ഉണ്ടാകും. ചില ആധാറിൻ്റെ ഫിംഗർ പ്രിന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഐറിസ് എന്തായാലും വർക്ക് ചെയ്യും. അപ്പോൾ ഐറിസ് ബേസ്ഡ് ഉള്ളത് കൊണ്ട് പ്രോബ്ലം ഇല്ല. ഫിംഗർ പ്രിന്റ് ബേസ്ഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഐറിസ് ബേസ്ഡ് ആണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ അഡ്രസ് ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആധാറിൽ നിങ്ങൾ വേഗം മാറ്റി വെക്കുക. ഇതേ സാധനം തന്നെ അടുത്ത പാരഗ്രാഫ് പറയുന്നത്, ഇതേ സാധനം തന്നെ സ്ക്രൈബ്സിനും ഉള്ളതാണ്. സ്ക്രൈബ്സിനും ഇതേപോലെ തന്നെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ മസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് വളണ്ടറി ചോയ്സ് ആണ്, കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് വളണ്ടറി ആക്കില്ല. നമ്മൾ എന്തായാലും മാൻഡേറ്ററി കൊടുക്കും. കാരണം 2 മണിക്കൂർ മുന്നേ എത്തണം, ഇത്രയും ഫിസിക്കൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കൂടെ പോകണം. അപ്പം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആധാറുള്ള ആൾക്കാരെല്ലാവരും ആധാർ തന്നെ കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് SSC ഇപ്പം ഇറക്കിയ 2 നോട്ടീസിൻ്റെയും രത്ന ചുരുക്കം എന്ന് പറയുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളെ ആ സൈറ്റിൽ വരുത്തണമെങ്കിൽ അത് മെയ് 31 നിങ്ങൾ ചെയ്യണം. മെയ് 31 ശേഷം അല്ലെങ്കിൽ ജൂൺ 2 ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആധാർ ബേസ്ഡ് ആയിട്ട് മാത്രമേ വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐദർ ഫെച്ച് ദ ഡീറ്റെയിൽസ് ഫ്രം ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ത്രൂ മുന്നോട്ട് പോകാം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ആധാർ കൊടുത്തിട്ടില്ലെങ്കിൽ. ആധാർ കൊടുത്തു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ആധാർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ ഇങ്ങനെ കഴിയും. അതേപോലെ തന്നെ ഫൈനൽ ജോയിനിങ്ങിൻ്റെ സമയത്തും ആധാർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പ്രോസസ്സിൽ കൂടെ, വളരെ ടൈം സേവിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് കൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ മുന്നേ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി വിത്ത് ഐഡന്റിറ്റി കാർഡും ബാക്കി ഡീറ്റെയിൽസും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോർമലി അപ്പിയർ ചെയ്യണം. അപ്പം അത്രയും ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇത്രയാണ്
നോർമലി ഈ ഒരു 2 നോട്ടീസിൻ്റെയും ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. അധികം ടെൻഷൻ അടിക്കാനും ബാക്കി കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ ഒന്ന് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, കറക്റ്റ് OTP വരുന്ന ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ, അഡ്രസ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മേജറായിട്ട് നോക്കാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.